ഹലോ മക്കളെ, സവന്യ മിസ് ഹിയർ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ബേസിക് സയൻസിൻ്റെ 7th ചാപ്റ്റർ നിങ്ങൾ കഴിഞ്ഞ എക്സാമിൽ ക്രിസ്മസ് എക്സാമിൽ പഠിച്ചതായിരിക്കും. 7th ചാപ്റ്ററിൻ്റെ പകുതി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അല്ലേ, കുറച്ച് ഭാഗം മാത്രമേ പഠിക്കാനുണ്ടായിട്ടുള്ളൂ. അങ്ങനെയല്ല, 7th 8th 9th 10th ഇത്രയും ചാപ്റ്റേഴ്സ് ആനുവൽ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കണം. പിന്നെ നമ്മളെ ഓണം എക്സാമും ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റേഴ്സും ഒന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ മിസ് എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഒരു 1.5 ആഴ്ച ഒക്കെ എടുത്തിട്ട് പഠിച്ച കാര്യങ്ങൾ മിസ് ഒരു 10 മിനിറ്റിൽ നിങ്ങളെ പഠിപ്പിച്ച് തരാൻ പോവാണ്. ഓക്കെ, ചാനൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ചാപ്റ്റേഴ്സ് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, ബേസിക് സയൻസ് നിങ്ങൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നിത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് 7th ചാപ്റ്റർ അല്ലേ, ഏതാ, ഹ്യൂമൻ ബോഡി വണ്ടർ സർക്കുലേഷൻ എക്സ്ക്രീഷൻ ആൻഡ് നെർവസ് കോർഡിനേഷൻ അല്ലേ, മനുഷ്യ ശരീരം ഒരു വിസ്മയം, രക്തപര്യനം, വിസർജനം, നാടീയ ഏകോപനം. ചാപ്റ്ററിൻ്റെ നെയിം തന്നെ വലുതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നും വിഷയമല്ല, 10 മിനിറ്റ്, ഒരു മാക്സിമം പോയാൽ 10 മിനിറ്റിൽ എന്ത് ചെയ്യുമോ നമ്മൾ പഠിക്കും. റെഡി. അപ്പോൾ ഇങ്ങനത്തെ നമ്മളെ വീഡിയോസ് വേണം എന്ന് നമ്മൾ വേഗം എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ മിസ്സിൻ്റെ പേര് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരു തംസ് അപ്പ് തരാം കേട്ടോ. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണ്. വേഗം തന്നെ ചാപ്റ്റർ പഠിക്കണം എന്നുള്ള മക്കളുണ്ടെങ്കിൽ മിസ്സിൻ്റെ പേര് എന്തായിരുന്നു മിസ് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. യെസ്, മിസ്സിൻ്റെ പേര് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ജസ്റ്റ് ഒരു തംസ് അപ്പ് തരാം. റെഡി. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ, ക്ലാസ് 7 ഇപ്പോൾ റാപ്പിഡ് റിവിഷൻ ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ആനുവൽ എക്സാം, ക്രിസ്മസ് എക്സാം, ഓണം എക്സാമിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും റെക്കോർഡായിട്ട് കിട്ടും, ലൈവ് കിട്ടും, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും, മോഡൽ എക്സാം നടക്കുന്നുണ്ട്. ഒക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, വേഗം തന്നെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് സർക്കുലേറ്ററി സിസ്റ്റം, എന്താണ് രക്തപര്യന വ്യവസ്ഥ. നിങ്ങൾക്കറിയാം, ഒരു രക്തപര്യന വ്യവസ്ഥ എന്ന് പറയണമെങ്കിൽ അവിടെ ആരുണ്ട്, രക്തമുണ്ട്, രക്തക്കുഴലുണ്ട്, ബ്ലഡ് വെസൽ ഉണ്ട് അല്ലേ. രക്തമുണ്ട്, രക്തക്കുഴലുണ്ട്, നമ്മളെ ഹാർട്ട് ഉണ്ട് അല്ലേ. അതായത് ബ്ലഡ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ ഹൃദയം അല്ലെങ്കിൽ ഹാർട്ട് ഉണ്ട് അല്ലേ. ഇവ മൂന്നും കൂടി ചേർന്നിട്ടാണ് എന്താവുന്നത്, രക്തപര്യന വ്യവസ്ഥ ആവുന്നത്. ഇനി നമുക്കിതിൽ കൂടുതൽ പഠിക്കാനുള്ള കാര്യം, രക്തത്തിൻ്റെ ഫങ്ഷൻ എന്താണ്, ഈ ചോര അല്ലെങ്കിൽ രക്തം അല്ലെങ്കിൽ ബ്ലഡ് നമ്മളെ ബോഡിയിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ്പോർട്ട്സ് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും സംവഹനമാണ് നമ്മളെ രക്തം ചെയ്യുന്നത്. മിസ് ഇങ്ങനെ ഓരോന്നായിട്ട് വായിച്ച് പറയുന്നില്ല, ഇവിടെ നിങ്ങൾക്ക് നോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നോട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിലും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ കിട്ടും. അപ്പോൾ മിസ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മളെ രക്തം ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മളെ ബ്ലഡിന് ഈ ഒരു ചുവന്ന നിറം നിങ്ങൾ കാണാറുണ്ട് അല്ലേ, ബ്ലഡിൽ ചുവന്ന നിറമാണ്. അതിനുള്ള ഒരു കാരണമാണ് ഹീമോഗ്ലോബിൻ. അതായത് ബ്ലഡിലുള്ള ഒരു പിഗ്മെൻ്റ് ആണ് ഹീമോഗ്ലോബിൻ. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ എന്താണ് ഫങ്ഷൻ, ഈ ഹീമോഗ്ലോബിൻ്റെ ഫങ്ഷൻ എന്തെന്നാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ഈ ബ്ലഡിലുള്ള ഒരു പിഗ്മെൻ്റ് അല്ലേ നമ്മളെ ഹീമോഗ്ലോബിൻ. അപ്പോൾ ബ്ലഡിൻ്റെ ഫങ്ഷൻ എന്താണോ അത് തന്നെയാണ് ഹീമോഗ്ലോബിൻ്റെ ഫങ്ഷനും. അതായത് ബ്ലഡിൻ്റെ ഫങ്ഷൻ എന്താ, നമ്മളെ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ അത് തന്നെയാണ് എന്ത്, ഹീമോഗ്ലോബിൻ്റെ ഫങ്ഷനും. അതായത് നമ്മളെ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് ഹീമോഗ്ലോബിൻ്റെ ഫങ്ഷൻ. ഇനി നിങ്ങളോട് ചോദിക്കും, ബ്ലഡിൽ ഈ റെഡ് കളർ കാണാനുള്ള കാരണം എന്താണ്, പ്രസൻസ് ഓഫ് ഹീമോഗ്ലോബിൻ അല്ലേ, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞൊരു പിഗ്മെൻ്റ് എന്തുണ്ട് നമ്മളെ ബ്ലഡിലുണ്ട് എന്ന് നമുക്ക് പറയാം. നമുക്കങ്ങനെ പറയാം. റെഡി. അപ്പം നമുക്ക് ഹീമോഗ്ലോബിൻ എന്താണെന്നുള്ള കാര്യം ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ടോപ്പിക്കാണ് മേജർ കമ്പോണൻസ് ഓഫ് ബ്ലഡ്, അതായത് രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ. നമുക്ക് 4 ഘടകങ്ങളാണ് രക്തത്തിൽ പഠിക്കാനുള്ളത്. പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്സ്, WBC അഥവാ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ വെളുത്ത രക്തകോശം, അതുപോലെ RBC റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ചുവന്ന രക്തകോശം. ഇവ ഓരോന്നിനെയും പറ്റി പഠിക്കണം. നോക്കിക്കോ, ഫസ്റ്റ് വൺ ആണ് നമ്മളെ പ്ലാസ്മ. ഒന്നാമത്തെ ആളാണ് പ്ലാസ്മ. ദ ലിക്വിഡ് പാർട്ട് ഓഫ് ബ്ലഡ്, അതായത് നമ്മളെ ബ്ലഡിലെ അല്ലെങ്കിൽ രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. ഓക്കെ, രണ്ടാമത്തത് പെയിൽ യെല്ലോ കളർ, ഇളം മഞ്ഞ നിറത്തിലാണ് എന്ത് കാണാം, പ്ലാസ്മേനെ കാണാൻ വേണ്ടി പറ്റുക. മൂന്നാമത്തെ പോയിന്റ് ആണ് ക്യാരീസ് ഗ്ലൂക്കോസ് ടു ദി സെൽ, അതായത് ക്യാരീസ് ഗ്ലൂക്കോസ് ടു ദി സെൽ, സെല്ലിലേക്ക് എന്ത് ചെയ്യുന്നു, ഗ്ലൂക്കോസ്
ഗ്ലൂക്കോസിനെ ക്യാരി ചെയ്യുന്നു, സെല്ലിലേക്ക് ഗ്ലൂക്കോസിനെ ക്യാരി ചെയ്യുന്നു. പിന്നൊരു പോയിന്റും കൂടി ഉണ്ട്, നിങ്ങൾക്കറിയാം ബ്ലഡിൽ 55% എന്താണ്, പ്ലാസ്മയാണ്. നമ്മൾ USSനൊക്കെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്ലഡിൽ 55% പ്ലാസ്മയാണ്. അടുത്ത രണ്ടാമത്തെ കാര്യമാണ് പ്ലേറ്റ്ലെറ്റ്സ് അല്ലേ. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയേണ്ട കാര്യം ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. അതായത് ഒരു മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് എന്ത് ചെയ്യണം, 1 മിനിറ്റ് 2 മുതൽ 8 മിനിറ്റ് അല്ലെങ്കിൽ 2 മുതൽ 7 മിനിറ്റ് വരെയുള്ള സമയം കൊണ്ട് മുറിവിലെ ബ്ലഡ് നിൽക്കണം എന്നാ പറയുക അല്ലേ. അപ്പോൾ ആ ഒരു ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ബ്ലഡിലുള്ള ഒരു കമ്പോണൻ്റ് ആണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ആളാണ് WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ എന്താ, വെളുത്ത രക്തകോശം. എന്താണ്, വെളുത്ത രക്തകോശം. ഇതിന് ഒന്നാമത്തെ പോയിന്റ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. ഇവിടെ എന്തില്ല, ഇതിന് ഷേപ്പ് ഇല്ല, ആകൃതി ഇല്ല. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ന്യൂക്ലിയസ് ഉണ്ട്, ഷേപ്പേ ഇല്ലാണ്ട് ബട്ട് എന്താണ്, ന്യൂക്ലിയസ് ഉണ്ട് അല്ലെങ്കിൽ മർമ്മമുണ്ട്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഡിസ്ട്രോയ് പാത്തോജൻസ്. അതായത് രോഗാണുക്കളെ നശിപ്പിക്കാൻ നമ്മളെ WBCക്ക് അല്ലെങ്കിൽ വെളുത്ത രക്തകോശത്തിന് പറ്റും. ഓക്കെ, നാലാമത്തെ ആളാണ് RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ചുവന്ന രക്തകോശം എന്ന് പറയാം. ഒന്നാമത്തെ പോയിന്റ് ആണ് ഡിസ്ക് ഷേപ്പ്ഡ് അല്ലേ. ഇവിടെ എന്തുണ്ട്, ഷേപ്പ് ഉണ്ട്, ഇവിടെ ഷേപ്പ് ഇല്ല, ഇവിടെ ഷേപ്പ് ഉണ്ട്. ഇനിയോ നോ ന്യൂക്ലിയേറ്റഡ് അല്ലേ, അതായത് ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്, ഇവിടെ നമുക്ക് ന്യൂക്ലിയസ് ഇല്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈസിയാണ്, അതായത് റെഡ് ബ്ലഡ് സെൽസ്, അവിടെ റെഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഹീമോഗ്ലോബിൻ്റെ പ്രസൻസ് ഉണ്ടാകും അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാകും അതിനകത്ത്. ഓക്കെ, അപ്പോൾ ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് പറയാം, ഹീമോഗ്ലോബിൻ്റെ ഫംഗ്ഷനും പറയാം, ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറയാം. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഇവിടെ ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല, ഇവിടെ ഷേപ്പ് ഉണ്ട്. ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്, ഇവിടെ എന്താണ്, ന്യൂക്ലിയസ് ഇല്ല. ഇവിടുത്തെ ഷേപ്പ് ഡിസ്ക് ഷേപ്പ്ഡ് ആണ്. പിന്നെ 6 വന്നാൽ തന്നെ നമുക്കറിയാം റെഡ് കളറാണ്, അവിടെ ഹീമോഗ്ലോബിൻ ഉണ്ടാവും. ഹീമോഗ്ലോബിൻ വന്നാൽ നമുക്കറിയാം എന്താണ്, ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. സെറ്റാണെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് നമുക്ക് ഈ ഒരു 3 ആൾക്കാരെ പഠിക്കാനുണ്ട്, ആർട്ടറീസ്, വീൻ ആൻഡ് കാപ്പിലറീസ്. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലാണ് ധമനികൾ. ധമനി അഥവാ നമുക്ക് എന്ത് പറയാം, ആർട്ടറീസ്. ഹൃദയത്തിൽ നിന്നാണ് ധമനി. ഇനി ഹൃദയത്തിലേക്ക് ശ്രദ്ധിക്കണം, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള രക്തം ഹൃദയത്തിലേക്കാണെങ്കിൽ എന്താ, ഇങ്ങോട്ടേക്കാണ് എന്ന് പറയാം, നമുക്ക് സിരകൾ അല്ലെങ്കിൽ വീൻസ് എന്ന് പറയാം. ഹൃദയത്തിൽ നിന്നാണ് ആർട്ടറീസ്, ധമനി. ഹൃദയത്തിലേക്കാണ് സിരകൾ അല്ലെങ്കിൽ വീൻസ്. ഇനി ഇത് രണ്ടിനെയും കൂട്ടിച്ചേർക്കുന്ന ചെറിയ ചെറിയ രക്തക്കുഴലുകളാണ് കാപ്പിലറീസ് അല്ലെങ്കിൽ ലോമികകൾ. ഓക്കെ, ഹൃദയത്തിൽ നിന്നാണെങ്കിൽ ആർട്ടറീസ് അല്ലെങ്കിൽ ധമനി. ഓക്കെ, ഹൃദയത്തിലേക്കാണെങ്കിൽ സിര അല്ലെങ്കിൽ വീന്. ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ രക്തക്കുഴലുകളാണ് ലോമികകൾ അല്ലെങ്കിൽ കാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ രക്തദാനം മഹാദാനം ജൂൺ 14 ആണ് ലോക രക്തദാന ദിനം. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതൊക്കെ പറയാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു രക്തദാനത്തോടനുബന്ധിച്ച് ഒരു പോസ്റ്റർ ചിലപ്പം ഉണ്ടാക്കാൻ ചോദിക്കാം. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം. എല്ലാവരും ഇതന്നെ എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇതിനെക്കാട്ട് നല്ല കിട്ടുമെങ്കിൽ എഴുതിക്കോ. ഇനിയിപ്പം ഇതന്നെ എഴുതാൻ പറ്റുന്നവർ ഇതന്നെ എഴുതിക്കോ. ഓക്കെ, അപ്പോൾ റെഡി. നെക്സ്റ്റ് ആണ് നമ്മൾ ഹാർട്ട്. ഈ ഹാർട്ടിൻ്റെ നമുക്ക് 3 ഹാർട്ടിൻ്റെ കുറച്ച് പ്രത്യേകതകൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഇതാണ്, ദ ഹാർട്ട് ഈസ് അബൌട്ട് സൈസ് ഓഫ് ക്ലിഞ്ചഡ് ഫിസ്റ്റ്. ഒരു മുഷ്ടിയോളം വലിപ്പം മാത്രമേ ഹാർട്ടിനുള്ളൂ. ഹാർട്ട് ഈസ് കവേർഡ് ബൈ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ കോൾഡ് പെരികാർഡിയം. ഇംഗ്ലീഷും മലയാളമൊക്കെ സെയിം ആണ്. ഒരു ഡബിൾ ലെയർഡ് മെംബ്രെയിനായിട്ട് കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ കവർ ചെയ്തിരിക്കുന്നുണ്ട്. പെരികാർഡിയം എന്നാണ് അതിനെ പറയുക അല്ലേ. ഹ്യൂമൻ ഹാർട്ട് ഈസ് 4 ചാമ്പേഴ്സ്. എന്താണ്, 4 ചാമ്പേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ 4 അറകളാണ് നമ്മൾ ഹ്യൂമൻ ഹാർട്ടിനുള്ളത് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, മനുഷ്യ ശരീരത്തിലുണ്ട് അല്ലേ. മുഷ്ടിയോളം വലിപ്പം, അതുപോലെ ഇരട്ട സ്ഥലമാണ്, അതിൻ്റെ പേരാണ് പെരികാർഡിയം. 4 അറകൾ എന്തുണ്ട്, മനുഷ്യ ശരീരത്തിനുണ്ട് എന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഹാർട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എങ്ങനെയൊക്കെ ഹാർട്ടിനെ ശ്രദ്ധിക്കാമോ എന്നുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റിലുണ്ട്, നിങ്ങൾ അതന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എക്സ്ക്രീറ്ററി സിസ്റ്റം അല്ലെങ്കിൽ വിസർജന വ്യവസ്ഥ. വിസർജന വ്യവസ്ഥയിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരാളാണ് ആര്, നമ്മൾ കിഡ്നി അല്ലേ. അല്ലെങ്കിൽ നമുക്ക്
വൃക്ക എന്ന് പറയും. ഈ വൃക്കേൻ്റെ ആൻസർ എന്താണ്? വൃക്കേൻ്റെ ഷേപ്പ് എന്താണ്? ഒരു പയർ വിത്തിൻ്റെ ഷേപ്പാണ്, അല്ലെങ്കിൽ എന്താണ്, ഒരു ബീൻ ഷേപ്പാണ് നമ്മളെ വൃക്കേൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെയോ നമ്മളെ വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കധമനിയാണ്. നമ്മൾ നേരത്തെ ആർട്ടറി അല്ലെങ്കിൽ ധമനി എന്ന് പഠിച്ചിട്ടില്ലേ? വൃക്കയിലേക്ക് എത്തിക്കുന്നതും രക്തം ആരാണ്? രക്തം വൃക്കയിലേക്ക് എത്തിക്കുന്നതും വൃക്കാധമനിയാണ് അല്ലേ. റീനൽ ആർട്ടറി എന്ന് പറയും, റീനൽ ആർട്ടറി എന്ന് പറയും. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിക്കോ, നമ്മളെ ഈ ഒരു രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റു ഘടകങ്ങൾ എന്നിവയൊക്കെ എന്തുണ്ടാകും? ഉണ്ടായിരിക്കുന്നതാണ് അല്ലേ. യൂറിയ, ഗ്ലൂക്കോസ്, അതുപോലെ തന്നെ ലവണങ്ങൾ, ഓക്സിജൻ ഒക്കെ മറ്റു ഘടകങ്ങൾ ഉണ്ടായിരിക്കും. എന്നിട്ട് പിന്നെ ഇത് നല്ല ഫിൽട്ടർ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന രക്തത്തിൽ എന്താണ്, ഇതിൻ്റെയൊക്കെ അളവ് കുറവായിരിക്കും അല്ലേ. നമ്മളെ ഫിൽട്ടർ ചെയ്തിട്ടല്ലേ വരിക, ഇതിൻ്റെയൊക്കെ അളവ് കുറവായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ ഇതൊന്ന് ഫില്ല് ചെയ്യാൻ പഠിക്കണം. ചിലപ്പോൾ വരക്കാൻ ചോദിക്കുന്നുണ്ടാവില്ല, ഇവരൊരു പിക്ചർ തന്നിട്ട് ABCD എന്ന് കൊടുക്കും, എന്നിട്ട് ഇത് ഏതൊക്കെയാണെന്ന് ഫില്ല് ചെയ്യാൻ ചോദിക്കും. അത് നിങ്ങൾ തന്നെ പഠിക്കേണ്ട കാര്യമാണ്. മിസ്സിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, വരച്ച് പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ വൃക്കേനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, ഒന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ വിയർപ്പ് എന്താണെന്ന് ബേസിക് ആയിട്ട് നിങ്ങൾ അറിയണം. എന്താണ് വിയർപ്പ്? നമ്മുടെ സ്കിന്നിലൂടെ വരുന്ന സാധനമാണ് വിയർപ്പ് അല്ലേ, ലിക്വിഡ് അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം വിയർപ്പ് എന്തുകൊണ്ട് വരുന്നു. അതെ, സ്വെറ്റ് ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ വിയർപ്പ് ഗ്രന്ഥികൾ നമ്മുടെ ബോഡിയിൽ ഉള്ളതുകൊണ്ടാണ് വിയർപ്പ് വരുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ദെൻ നമുക്ക് നെക്സ്റ്റ് എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ് ലങ്സ് അല്ലേ. ലങ്സും അതുപോലെ തന്നെ നമ്മുടെ ലിവറും എക്സ്ക്രീറ്ററി സിസ്റ്റം തന്നെയാണ്, അതായത് വിസർജന വ്യവസ്ഥയിൽ വരുന്നത് തന്നെയാണ്. ലങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലങ്സ് എന്ന് പറഞ്ഞാൽ എന്താ അവർ ചെയ്യുന്നത്? അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? കോശങ്ങളിൽ നിന്ന് നമ്മൾ എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. സെൽസിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എത്തുമല്ലോ, നമ്മൾ ഓക്സിജൻ കൊടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ പുറത്തോട്ടേക്ക് വിടേണ്ടത്, അതിന് അല്ലേ, അതും ഒരു പുറന്തള്ളൽ തന്നെയല്ലേ, അതിന് സഹായിക്കുന്ന ആളാണ് ലങ്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ലിവർ എന്താണ്? ലിവർ എന്തൊക്കെ ചെയ്യുന്നു? ലിവറിൻ്റെ കാര്യങ്ങൾ കുറച്ച് കൂടുതലാണ്. അതായത് ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി, ഏറ്റവും വലിയ ഗ്ലാൻഡ് ആണ് ലിവർ. പിന്നെയോ രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ നശിപ്പിക്കുന്നു. അതായത് പോയിസൺ ആയിട്ടുള്ള അത് നമുക്ക് എന്താ പറയാം, നമുക്ക് കെമിക്കൽ സബ്സ്റ്റൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ലിവറാണ് എന്ത് ചെയ്യുന്നത്? പുറന്തള്ളുന്നത്. പിന്നെയോ നമ്മളെ കൊഴുപ്പിനെ കൂടുതൽ ദഹിപ്പിക്കുക അല്ലേ. അതായത് നമ്മൾ ലിവർ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, നമ്മൾ മുന്നേ പഠിച്ചാണ് ബൈൽ ജ്യൂസ് അല്ലെങ്കിൽ പിത്തരസം എന്ന് പറയും. ഈ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ വേണ്ടി ഈ പിത്തരസത്തിന് കഴിയുമെന്നാണ് ലിവർ പറയുന്നത്. ഇനിയോ നമ്മളെ ബോഡിയിൽ അമോണിയ ഉണ്ടാവുന്നുണ്ട്. അമോണിയ വളരെ മോശമാണ്. ഈ അമോണിയനെ കുറച്ചും കൂടി യൂറിയാക്കി മാറ്റുന്ന ഒരാളാണ് ലിവർ. ഓക്കെ, 4 പോയിന്റ് ആണ്. ഒന്നാമത്തെ ഏറ്റവും വലിയ ഗ്ലാൻഡ് ആണ്. രണ്ടാമത്തെ ഹാനികരമായ വസ്തുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ വേണ്ടി ബൈൽ ജ്യൂസ് അല്ലെങ്കിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ അമോണിയ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നതാണ്. ഡൈജഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അമോണിയ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നു. അപ്പോൾ അമോണിയ എന്താക്കി മാറ്റുന്നു? യൂറിയാക്കി മാറ്റുന്ന ഒരാൾ നമ്മളെ കരളാണ് അല്ലേ, കരളാണ്. ഓക്കെ, ഇനി നമ്മുടെ നെർവസ് സിസ്റ്റം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് ബ്രെയിനിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാനുണ്ട്. ഓൾ ഇൻ ഓൾ നമ്മളെ ബ്രെയിൻ കമ്പ്യൂട്ടറുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പയർ ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയി എന്നുള്ളതാണ് അല്ലേ. ബ്രെയിൻ നമ്മൾ ഉറങ്ങും എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രെയിനുള്ള കുറച്ച് കാര്യങ്ങൾ അത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു പോയാൽ മതി. പിന്നെ വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഫിസിക്കൽ ചേഞ്ച് ഡ്യൂറിങ് അഡോളസൻസ്. അതായത് കൗമാരപ്രായത്തിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അല്ലേ. ഈ ഒരു 2 ആൾക്കാരെ നോക്കുകയാണെങ്കിൽ ബോയ്സിലാണെങ്കിൽ റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് അല്ലേ, വേഗം വളരുന്നുണ്ട്, അവരും വേഗം വളരുന്നുണ്ട്. പിന്നെയോ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, അതായത് നമ്മളെ പ്രത്യുൽപാദന ബന്ധപ്പെട്ട ഓർഗൻ അല്ലെങ്കിൽ അവയവങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്നുണ്ട്. പിന്നെയോ നമുക്ക് ഹെയർ, അതായത് ബോയ്സിലാണെങ്കിൽ നമ്മളെന്താ റീപ്രൊഡക്റ്റീവ് ഓർഗനിൽ അണ്ടർ ആംസിൽ, ചെസ്റ്റിൽ, ഫേസിലൊക്കെ ഹെയർ വരും. ഇനിയിപ്പോൾ പെൺകുട്ടികളിലാണെങ്കിലും റീപ്രൊഡക്റ്റീവ് ഓർഗനിലും അണ്ടർ ആംസിലുമാണ് എന്ത് ചെയ്യുക? ഹെയർ വരിക അല്ലേ. അതായത് അണ്ടർ ആംസ് അല്ലെ നമ്മളെ പ്രൈവറ്റ് ഏരിയയിലൊക്കെയാണ് ഹെയർ വരിക. റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന പ്രത്യുൽപാദന അവയവത്തിലാണ് എന്ത് ചെയ്യുക? ഹെയർ വരിക അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ബോയ്സിൻ്റെ സൗണ്ട് എന്താ? ഒരു ഗാംഭീര്യം, ഒരു ഡീപ്പറിലേക്ക് പോകുമ്പോൾ ഇവരെന്താവും? ഗേൾസിൻ്റെ സൗണ്ട് ഭയങ്കര സ്വീറ്റ് ആയിട്ട് മാറും അല്ലേ. ഓക്കെ, പിന്നെ സ്റ്റാർട്ട് സ്പെർമാറ്റോജെനിസിസ്, അതായത് ബീജോൽപാദനം ഇവിടെ ബോയ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പെൺകുട്ടികളിൽ എന്തായി മാറുന്നുടാ? അണ്ടോത്സർജനം അല്ലെങ്കിൽ മെൻസ്ട്രുവേഷൻ പീരീഡ് അല്ലെ, മെൻസ്ട്രുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആ. ഇത് പഠിക്കാണ്ട് ഒരാൾ പോലും എക്സാമിന് പോകണ്ട, പഠിക്കാത്ത ആൾക്കാരെ എക്സാമിന് പോകണ്ട എന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. അത്രക്കും ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പാ ചോദിക്കും.
ആൻഡ് ജസ്റ്റ് മെൻസ്ട്രേഷൻ എന്താണെന്നുണ്ട്. അതായത് നോക്കിക്കോ, നമ്മൾ കുറേ മെനി കൈൻഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് reproduction take place in uterus of a woman every month. Numerous blood vessels and tissues develop in the inner layer of uterus. If pregnancy does not happen, these preparation become fertile അല്ലേ. അതായത് എന്താ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പം അഡോളസൻസ് ഏജിലാകുമ്പം മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പെൺകുട്ടികളിൽ അല്ലേ. അപ്പം ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ മാസവും നമ്മുടെ ബ്ലഡ് വെസലൊക്കെ എന്താണ് ഒരു പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുകയാണ്. ആ ടൈമിൽ നമ്മൾ എന്താണ്, അതായത് ഒരു പ്രഗ്നൻസി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ഗർഭിണി ആവാണ്ടായി കഴിയുമ്പോൾ ഈ ഒരു വെസൽസൊക്കെ പൊട്ടും അല്ലേ. ഈ ഒരു വെസൽസ്, ഈ ഒരു കുറച്ച് ചെറിയ ബ്ലഡ് വെസൽസൊക്കെ പൊട്ടും. ആ ടൈമിലാണ് യൂട്രസ് എന്താവുന്നത്, യൂട്രസ് നമ്മൾ എന്താവുന്നത്, യൂട്രസ് എന്തായിട്ടില്ല, ഒരു പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുകയാണ്. നമ്മൾ പ്രഗ്നൻസി നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്നതാണ് മെൻസ്ട്രേഷൻ അല്ലേ. അത്രയും കാര്യങ്ങൾ ജസ്റ്റ് വായിച്ചു പോവുക. ഒന്ന് അറിഞ്ഞിരിക്കണം എന്താണ് മെൻസ്ട്രേഷൻ, എങ്ങനെയാണ് ഈ ഒരു മെൻസസ് ആവുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്, ഈ ഒരു ചാർട്ടാണ്. പിന്നെ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം, ഈ മെൻസ്ട്രേഷൻ സമയത്ത് എന്തൊക്കെ നമുക്ക് ഒരു കംഫർട്ട് ആവാത്ത രീതിയിൽ ഉണ്ടാവില്ല, എന്തൊക്കെയാണ് ഡിസ്കംഫേർട്സ്, അതായത് നമുക്ക് എന്തൊക്കെ നമ്മൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. പെൺകുട്ടികളും ആൺകുട്ടികളും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്, നിങ്ങൾ പഠിക്കാൻ വേണം. ചില ആൾക്ക് കാലുവേദന, കൈവേദന, നടുവേദന, വയറുവേദന അല്ലേ, വോമിറ്റിങ്ങിനൊക്കെ കേൾക്കാറില്ല. അപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അവർ ഫേസ് ചെയ്യുന്നത്. ഇത് കോമൺ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾ പഠിക്കേണ്ടതുള്ളത്. പിന്നെ നിങ്ങൾ ഒന്ന് പഠിക്കാനുണ്ട്, അതായത് മെൻസ്ട്രൽ കപ്പ് അല്ല. ഇവിടെ ഇപ്പം ഇൻസ്റ്റെഡ് ഓഫ് പാഡ്, അതായത് പാഡ് യൂസ് ചെയ്തതിന് പകരം ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്, ഇപ്പോഴത്തെ കാലത്തിൽ മെൻസ്ട്രേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മളെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ നമ്മളൊന്ന് എന്ത് ചെയ്യണം, ഓർമ്മിച്ച് നോക്കണം. കുട്ടികൾക്ക് ഓർമ്മിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 1098 എന്നാക്കിയിട്ടുള്ളത്. ഓക്കെ, അതായത് എന്തെങ്കിലും തരത്തിലുള്ള സെക്ഷൽ അബ്യൂസ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ആരെ വിളിക്കാൻ പറ്റും, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറിനെ വിളിക്കാൻ പറ്റും. ഈ നമ്പർ ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക. ഒരു പോസ്റ്ററൊക്കെ തയ്യാറാക്കി വെക്കുക, ചിലപ്പം പോസ്റ്ററൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ചോദിക്കും. ഓക്കെ, ഇത്ര മാത്രമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി 8, 9, 10 അല്ലേ, വരും ദിവസങ്ങളിൽ ഈ ഒരു ചാപ്റ്റേഴ്സിൻ്റെ ആയിരിക്കും മിസ് ക്വിക്കായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ പറഞ്ഞ സാധനത്തിന് നോട്ട് കിട്ടും. നോട്ട് ഇവിടെ ഉണ്ട്. ഈ നോട്ട് വേണമെങ്കിൽ എവിടെ വേണം, വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്താലേ നോട്ട് കിട്ടുള്ളൂ. ഇത് കേട്ടുകൊണ്ട് മാത്രം കാര്യം മനസ്സിലായി, പക്ഷെ നോട്ട് ഒരു പ്രാവശ്യം വായിച്ചാലേ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റൂ അല്ലേ. നമുക്ക് വൈവ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലാതെ വരുന്നത്, നമുക്ക് റിട്ടേൺ അല്ലേ, തിയറി എക്സാമിലെ വരുന്നത്. അപ്പോൾ നോട്ട് വായിക്കണം. നിങ്ങൾ വാട്സപ്പ് ചാനലിൽ വന്നാൽ മതി. വാട്സപ്പ് ചാനലിലെ ലിങ്ക് എവിടെ ഉണ്ടാവും, കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ വേഗം ഒന്ന് ചാനൽ എന്ത് ചെയ്തോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അതുപോലെ തന്നെ മിസ്സിൻ്റെ പേര് കമൻറ്റ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ തംസ് അപ്പ് തരിക. ഓക്കെ, അപ്പം മിസ് ഇനിയുള്ള ചാപ്റ്റേഴ്സ് ഇങ്ങനെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.